എന്നാലും ഈ കുഞ്ഞൻ പഴം ഇത്രയും ഔഷധമൂല്യങ്ങളുള്ള പഴമെന്ന് അറിഞ്ഞിരുന്നില്ല. ഇപ്പോൾ ഇതിന് മാർക്കറ്റിൽ വൻ ഡിമാൻഡാണുള്ളത്. ഒരു പഴത്തിൻ്റെ വില 17 രൂപയാണ്. ഹലോ, ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ കുഞ്ഞൻ പഴത്തിനെ പറ്റിയാണ്. നമ്മുടെ നാട്ടിൽ പണ്ട് കാണപ്പെട്ടിരുന്ന ഒരു ചെറു സസ്യമാണ് ഞൊട്ടാഞൊടിയൻ. ഇതിനെ പല പേരിൽ അറിയപ്പെടും. മുട്ടാമ്പിളിങ്ങ, ഞൊട്ടങ്ങ, മുട്ടാമ്പിളി, ഞൊടിഞ്ഞൊട്ട, ഇംഗ്ലീഷിലെ ലിറ്റിൽ ഗൂസ്ബെറി എന്നും പറയും, ഗോൾഡൻ ബെറി, അങ്ങനെയാണ് ഇത് മാർക്കറ്റിൽ അറിയപ്പെടുന്നത്. ഇതിൻ്റെ കായ് പണ്ട് നെറ്റിയിലടിച്ച് കുട്ടികളൊക്കെ കളിക്കുമായിരുന്നു. കായ പച്ചയായിരിക്കുന്ന സമയത്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കയ്പ്പ് രസമാണ്. പഴുത്ത് കഴിക്കുമ്പോൾ അല്പം പുളിയോട് കൂടിയ മധുരമാണ്. ഇത് ക്യാൻസർ കോശങ്ങളെയും നശിപ്പിക്കാനുള്ള കഴിവുണ്ടെന്നൊക്കെയാണ് പറയണത്. പ്രമേഹം, നേത്രരോഗങ്ങൾ, അമിതവണ്ണം കുറയ്ക്കാൻ ഒക്കെ ഈ പഴങ്ങൾ നല്ലതാണെന്നാണ് പറയണത്. കായിക താരങ്ങളൊക്കെ ഹെൽത്ത് ഡ്രിങ്ക്സ് ആയിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഞാനിന്നിവിടെ ഇതിൻ്റെ ജ്യൂസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിനുവേണ്ടി ഒരു ലെമണിൻ്റെ ജ്യൂസും ഒരു ടൊമാറ്റോയുടെ ജ്യൂസും എടുത്ത് വെച്ചിട്ടുണ്ട്. ഗൂസ്ബെറി ഞാൻ രണ്ടായിട്ട് മുറിച്ച് ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. വേണമെങ്കിൽ മിക്സിയുടെ ജാറിൽ അടിച്ചെടുക്കാം, അതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടം. ഇതിൽ ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് സ്പൂൺ വെച്ച് നന്നായി ഞെരടി കൊടുക്കുകയാണ്. നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് കൽക്കണ്ടം പൊടിച്ചതാണിത്, പഞ്ചസാരയല്ല. കൽക്കണ്ടം പൊടിച്ചത് ആവശ്യത്തിന് ഞാൻ ഇടുന്നുണ്ട്, മധുരത്തിന് ആവശ്യമായിട്ടുള്ളത്. ഇനി ഇത് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഷേക്ക് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഉള്ളിലെ അരിയെല്ലാം കൂടെ പുറത്തേക്ക് വരും. കടിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ ഇത് വെച്ച് ജാം, വൈന്, സാലഡ്, പിന്നെ തക്കാളിയുടെ ഒരു രുചിയുള്ളതുകൊണ്ട് ഇത് വെച്ച് രസം ഉണ്ടാക്കാം, ചട്നി ഉണ്ടാക്കാം, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടാക്കാം. അപ്പോൾ ഇതിൻ്റെ തൈയൊക്കെ എല്ലാവരും വെച്ച് പിടിപ്പിച്ചിട്ട് ഇതിൻ്റെ പഴങ്ങൾ ധാരാളം കഴിക്കാം. ഇതുപോലെ കുറേ ഐറ്റംസൊക്കെ ഉണ്ടാക്കാം. ആമസോണിൽ ഇതിൻ്റെ പ്ലാന്റും സീഡും ഒക്കെ കിട്ടുമല്ലോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.